സുഹൃത്തുക്കളെ നമസ്കാരം. ഇവിടെ ഇതാ ഇങ്ങനെ ഒരു ചക്ക വധശിക്ഷ കാത്തു കിടക്കുന്ന കൊലക്കേസ് പ്രതിയെ പോലെ മുറ്റത്ത് കിടപ്പുണ്ട്. കുറച്ചു മുമ്പ് വരെ ഇദ്ദേഹം പറമ്പിലെ പ്ലാവിന്റെ മുകളിലത്തെ കൊമ്പിൽ സുരക്ഷിതനായി ഇരിക്കുകയായിരുന്നു. പിന്നെ തോട്ടയും ഒക്കെ ഉപയോഗിച്ച് വലിച്ച് താഴെയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. നടപ്പാക്കിയിരുന്നു. ഇതാ ചക്കയുടെ വധശിക്ഷ നടപ്പാക്കിയാണ്. ഇതാ ഒറ്റ വെട്ട് രണ്ട് തുണ്ടം. ഭാര്യ വളരെ സമർത്ഥമായി അതിനെ വെട്ടി രണ്ട് തുണ്ടമാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതിലെ അരക്കൊന്ന് മാറ്റുവാൻ വേണ്ടി ചകിരി എടുത്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ചകിരി കെട്ടി അതിന്റെ അരക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. പിന്നെയും പലതവണ കോടാലി ഉയർന്നു താണു. ചക്ക പല കഷ്ണങ്ങളായി മാറി. അതിനെ എടുത്ത് ഒരു ഷീറ്റിലേക്ക് വെച്ചു. ചക്ക വെട്ടുന്ന ബഹളമൊക്കെ കേട്ടുകൊണ്ട് അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ സഹായിക്കുവാനായി അമ്മുവും എത്തി. അങ്ങനെ 3 പേരും കൂടെ ചേർന്ന് ചക്കയുടെ പണിയിലേക്ക് കടന്നു. വെട്ടിപ്പൊളിച്ചു വെച്ചിരിക്കുന്ന ചക്ക കഷ്ണങ്ങളിൽ നിന്നും ചുള വലിച്ചു പറിച്ചെടുക്കുന്ന ക്രൂരമായ പ്രവൃത്തിയിലാണ് ഇപ്പോൾ ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. ആ പ്രവൃത്തി അവർ അങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ചക്കയിലെ ചുളകളെയൊക്കെ പറിച്ചെടുത്ത് ഒരു മുഖത്തിലാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ആ ചുളകളെ പിളർന്ന് കുരു മാറ്റി ആ ചുളകളെ ഉപ്പേരി പരുവത്തിൽ കുനുകുനെ അരിയുന്ന പണിയാണ് ഈ 3 പേരടങ്ങുന്ന ടീം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അടുപ്പത്തെ ഉരുളിയിൽ വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ തിളച്ചു തുടങ്ങി. ആ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഉപ്പേരിയുടെ പരുവത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുളകളെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഉപ്പേരിയാക്കുന്ന കർമ്മമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഉപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചിരിക്കുകയാണ്. 3 സ്പൂൺ ഉപ്പുലായനി, സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ. അങ്ങനെ മൂത്ത ചക്കുപ്പേരിയെ വെളിച്ചെണ്ണയിൽ നിന്നും കോരുന്ന സീനാണ് കാണുന്നത്. നന്നായി ആട്ടി അതിനകത്ത് ഇളക്കുന്ന വെളിച്ചെണ്ണ വീണ്ടും താഴെ ഉരുളിയിലേക്ക് കുടഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ്. വലത്തോട്ടി വെച്ച് പൊക്കിയിരിക്കുകയാണ്. ചക്കോപ്പേരിയായി ട്രെയിലും പാത്രത്തിലൊക്കെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്ലേറ്റ് ഉപ്പേരിയുമായി ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ സാധാരണയായി ആദ്യത്തെ ജോലി, അതായത് പ്ലാവിൻ്റെ മുകളിൽ നിൽക്കുന്ന ചക്ക തോട്ടയൊക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ താഴെ ഇടുക. പിന്നെ അവസാനത്തെ ജോലി, അതായത് ഈ ചിപ്സ് തിന്നുക. ഇങ്ങനെയുള്ള 2 ജോലികളാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇനി ചിപ്സ് തിന്നുന്ന ജോലിയിലേക്ക് കടക്കാം. നല്ല കുരുപുരാന്നുള്ള ചിപ്സ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ചക്ക ചിപ്സ് വാങ്ങിക്കുമ്പോൾ അത് ഒരുമാതിരി കടുമുടാന്നിരിക്കും. എത്ര നാൾ വേണമെങ്കിലും അത് അങ്ങനെ ഇരുന്നോളൂ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചിപ്സ് അങ്ങനെയല്ല. നല്ല കുരുപുരാന്ന് നാച്ചുറൽ ടേസ്റ്റിങ് ചിപ്സാണ്. ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ അതിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ ചേർക്കുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് കഴിവതും സമയമുണ്ടെങ്കിൽ ചക്ക ഇതുപോലെ വെട്ടി വീട്ടിൽ തന്നെ ചിപ്സ് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. അതാണ് നമ്മൾ ആരോഗ്യത്തിന് നല്ലത്, ടേസ്റ്റും അതിനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ദയവായി നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഇനിയും വീഡിയോസുമായി
ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.